ഈ ഒരു വർഷം അതായത് 2026 ഇന്നാണ് ഞാനൊന്ന് പുറത്തിറങ്ങുന്നത്. അതും ഈ മൊയിലാഞ്ചിൻ്റെ ചുവപ്പ് കണ്ടിട്ട്. ഇന്നലെ വെറുതെ ഇട്ട മൊയിലാഞ്ചി ആയിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര പ്രൊഫഷണലായിട്ട് മെഹന്തി ഇടുന്ന ആളൊന്നും അല്ലെങ്കിലും ഈ ഇട്ട ഡിസൈൻ എനിക്കിഷ്ടമായി. കാരണം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിട്ട ഡിസൈൻ എനിക്കിഷ്ടമായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാണ് നമ്മളെ പൂച്ചമോള് കിടന്നുറങ്ങുന്നു. അവളെ ഇടങ്ങാറാക്കണ്ട, അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഉമ്മ വയനാട് നിന്ന് കൊണ്ടുവന്ന ചെടി നല്ല ഭംഗിയുണ്ടായിരുന്നു, പൂവൊക്കെ ആയിട്ട് കാണാൻ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മുന്നേ ഞാൻ വെച്ച് ഉള്ളിയൊക്കെ തണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇയറായിട്ട് ഞാൻ ഇന്നാണൊന്ന് പുറത്തിറങ്ങുന്നത്. ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്ന് ക്വാറൻറ്റൈൻ പോലെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറേ ദിവസത്തിന് ശേഷം നമ്മൾ കറങ്ങുന്ന വെള്ളം കുടിച്ചു. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഹെവിയായി കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും കഴിക്കാൻ പറ്റാത്തതുകൊണ്ടും ജസ്റ്റ് ഫ്രൂട്ട്സ് ഒന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ഉമ്മ അടുക്കളയിലേക്ക് ഫുഡ് ഉണ്ടാക്കിയായിരുന്നു. എനിക്ക് എന്തായാലും ഇന്ന് പോയി ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല, അത്രക്കുള്ള ആരോഗ്യമായി വരുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ക്വാറൻറ്റൈനിൽ ഇരുന്നപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾക്ക് നമ്മളെപ്പോഴും പഠിച്ചവനോടോ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോടോ നന്ദി പറയാം. കാരണം ഈ കുറച്ച് ഡേയ്സിൽ എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ ഭയങ്കര പൂതിയാവുമായിരുന്നു. ഞാൻ ഒന്നിങ്ങനെ ആലോചിച്ചു, ഒരു കഷ്ണം മീൻ പൊരിച്ചതെങ്കിലും കിട്ടിയിരുന്നെങ്കിലും ഞാൻ ആലോചിച്ചിരുന്നു. കാരണം ചില സമയങ്ങളിൽ നമ്മൾ ഫുഡൊക്കെ അനാവശ്യമായിട്ട് കളയുക ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന കുറേ ഡേയ്സ് ഉണ്ട്. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ പഠിച്ചു, നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ നമ്മളെപ്പോഴും വലുതായി കരുതുക. കാരണം അതുപോലും കിട്ടാതെ എന്തോരം ആൾക്കാർ നമ്മളെ ഇടയിൽ ഉണ്ടാവുമല്ലേ. അപ്പോൾ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു ദ അല്ലാഹ്.